إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ദിനേനയെന്നോണം ധാരാളം നന്മകൾ ചെയ്യണമെന്നും നാളെ പരലോകത്തെത്തുമ്പോൾ എൻ്റെ മീസാനിൽ ഏറ്റവും കൂടുതൽ നന്മകൾ കനം തൂങ്ങണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശരീരം കൊണ്ട് ചെയ്യുന്ന, സമ്പത്ത് കൊണ്ട് നിർവഹിക്കുന്ന, നാവ് കൊണ്ട് നിർവഹിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കുക എന്നത്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നിൽ ഉൾപ്പെടാനും ഇത്രയേറെ നമുക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു നന്മയില്ല. ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള്, അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ധർമ്മം ചെയ്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ തടിയെ കാത്തുകൊള്ളുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആരെങ്കിലും വന്ന് നബിയെ എന്തെങ്കിലും ഒന്ന് തന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ അവരോട് ഇല്ല എന്ന ഒരു മറുപടി പ്രവാചകൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്ന്. ما سئل النبي صلى الله عليه وسلم عن شيء قط فقال لا. ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണേ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തില്ല എന്നുള്ളൊരു വർത്താനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്ന ഔദാര്യവാനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളവർ ഉള്ളതിനനുസരിച്ച് ചെയ്യണം, ഇല്ലാത്തവർ ഇല്ലാത്തതിനനുസരിച്ച് ചെയ്യണം. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഔദാര്യം കാണിച്ചിരുന്നത് പ്രവാചകനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കൊടുക്കുക എന്നതിലുപരി കൊടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുക, കൊടുക്കുന്നതിൽ മാതൃകയാവുക എന്നതാണ് ഏറ്റവും പ്രധാനം.
നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യും തോറും കൊടുക്കുന്നതിന് 10 മടങ്ങായി അള്ളാഹു തിരിച്ചു തരികയാണ്. കൊടുക്കുന്നതിൽ കുറവ് വരുത്തുകയല്ല, കൊടുക്കുന്നതിന് അനുസരിച്ച് അള്ളാഹു കൂട്ടിത്തരികയാണ്. ഇപ്പൊ ചില ആളുകളെ പറ്റി നമ്മൾ പറയും, അയാളുടെ അടുത്ത് മുതലിഷ്ടം പോലുണ്ട്, പക്ഷെ കൊടുക്കുന്ന ഒരു മനുഷ്യനല്ല, കൊടുക്കാനുള്ള ഒരു മനസ്സ് അയാൾക്കില്ല. എന്നാൽ വേറെ ചിലരെ പറ്റി പറയും, ഒന്നുമില്ലെങ്കിലും അയാളുടെ അടുത്ത് എന്നാൽ മടക്കില്ല, ഉള്ളതിനനുസരിച്ച് അയാൾ ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമ്പത്തിൽ, നമുക്ക് അല്ലാഹു തന്ന സ്വത്തിൽ ബർക്കത്ത് ലഭിക്കണമെങ്കിൽ കൊടുത്താൽ മാത്രമേ ബർക്കത്ത് കിട്ടുള്ളൂ, അല്ലാതെ ഒരിക്കലും കിട്ടില്ല. ചില ആളുകൾ ജോലി ചെയ്ത് ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ടാവും, അതേത് വഴിക്കാണ് പോകുന്നതെന്ന് അറിയില്ല, എന്തേ ബർക്കത്തില്ല. അപ്പൊ നമുക്ക് ലഭിക്കുന്ന വരുമാനം, ശമ്പളം അത് കുറച്ചാണെങ്കിലും അള്ളാഹുവിന്റെ ബർക്കത്ത് ആ സമ്പത്തിൽ ലഭിക്കുമ്പോഴേ നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് ഉപകരിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ മനോഹരമായ ഒരു ഉപമ നമുക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന, ധർമ്മം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എങ്ങനെയെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ റബ്ബ് തന്ന സമ്പത്ത് യാതൊരു മടിയുമില്ലാതെ ചെലവഴിക്കുന്ന ആളുകളുടെ ഉപമ കമസലി ഹബ്ബത്തിൻ, അതൊരു ധാന്യമണി പോലെയാണ്. അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അത് 7 കതിരായി മുളച്ചു പൊന്തുകയാണ്. ഓരോ കതിരിലും 70ഓളം 100ഓളം ധാന്യമണി അല്ലാഹു അതിൽ നിന്ന് വരികയാണ്. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നതാണ്. വല്ലാഹു വാസിഉൻ അലീം, വിശാലതയുള്ളവനും സർവ്വതും അറിയുന്നവനുമാണ് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഒരു ദിനാർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ല നിയ്യത്തോടു കൂടി കൊടുത്താൽ 700 ആണ് അതിന് കൂലി കിട്ടുക എന്നാണ്. പിന്നെ ആയത്തിന്റെ അവസാനം റബ്ബ് പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, പിന്നെയും അള്ളാഹു കൂട്ടിക്കൊടുക്കും നിയ്യത്തിനനുസരിച്ചെന്നാ. 700 അല്ല, അതിന്റെ മേലെയും പ്രതിഫലം വരും എന്നുള്ളതാണ്. ഒരു ദിനാർ കൊടുത്താൽ 700 ദിനാറായി തിരിച്ച് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈമാനുള്ള ഒരു മനുഷ്യൻ പിന്നെ കൊടുക്കാൻ മടിച്ചു നിൽക്കുകയില്ല. ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടതെന്നാണ്. സൂറത്തു സബയിലെ 39-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നീ എന്ത് റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്താലും അല്ലാഹു നിനക്കതിന് പകരം നൽകും. എന്ത് കൊടുത്താലും അല്ലാഹു പകരം തിരിച്ചു തരും. വമാ അൻഫഖ്തും മിൻ ശൈഇ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. വമാ അൻഫഖ്തും മിൻ ശൈഇ, നീ എന്തൊന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും ഫഹുവ യുഖ്ലിഫുഹു, അവൻ അതിന് പകരം നൽകുന്നതാണ്. അല്ലാഹു അതിന് പകരം നൽകുന്ന. അപ്പൊ ആ ഒരു നിയ്യത്ത് നമുക്കുണ്ടാവണം. ഓരോ ദിവസവും 2 മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നൽകുന്നവന് വേണ്ടി ഒരു മലക്ക് പ്രാർത്ഥിക്കും. ഉണ്ടായിട്ടും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന പിശുക്കന്മാർക്കെതിരെ വേറൊരു മലക്കും പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ, ഓരോ പ്രഭാതം പൊട്ടി വിടരുമ്പോഴും അള്ളാഹുവിന്റെ ദാസന്മാരുടെ ഇടയിലേക്ക് 2 മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. ഫയഖൂൽ, എന്നിട്ട് ഫയഖൂലു അഹദുഹുമാ, അതിൽ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ നിന്റെ സബീലിൽ മടിയില്ലാതെ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നീ ഒരുപാട് കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നു. വയഖൂലുൽ ആഖർ, മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുന്നത് ഇതാണ്, അല്ലാഹുവേ സമ്പത്തുണ്ടായിട്ടും സ്വത്തുണ്ടായിട്ടും അത് കൊടുക്കാതെ വെച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ സമ്പത്തിൽ നീ നാശം അവർക്ക് കൊടുക്കണേ. കണ്ടോ, ഉണ്ടായിട്ടും കൊടുക്കുന്നവർക്ക് അല്ലാഹുവേ നീ വാരിക്കോരി നൽകി എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കുകയാണ്. ഒരു മലക്കിന്റെ പ്രാർത്ഥന ധർമ്മം ചെയ്യുന്നവന് ലഭിക്കുകയാണ്. ഇത് വലിയൊരു ഫضലാണ്. ഒരു മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ബേജാറാകുന്ന സമയം എപ്പോഴാണ്? നമ്മുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതാകുമ്പോഴാണോ? നമ്മുടെ ഉമ്മ മരിക്കുമ്പോഴാണോ? ഉപ്പ മരിക്കുമ്പോഴാണോ? ഒരുപാട് അധ്വാനം കൊണ്ട് പടുത്തുണ്ടാക്കിയ ഒരു കച്ചവടം തകരുമ്പോഴാണോ? ഒരിക്കലുമല്ല. അതൊക്കെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. പക്ഷെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആകുന്നത് മഹ്ശറിലാണ്. നബിമാർ പോലും പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം പോലും നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന നഫ്സി നഫ്സി എന്ന് പറയുന്ന ഒരു ദിവസമാണ് മഹ്ശറ മൈതാനം എന്ന് പറയുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ദുനിയാവിൽ നീ എനിക്ക് ഒരു മനുഷ്യന് താങ്ങായാൽ, നീ ഒരാൾക്ക് തണലായാൽ, നാളെ നീ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് അള്ളാഹു നിനക്ക് താങ്ങാകും, അള്ളാഹു നിനക്ക് തണലാകും. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുർബിഹി നഫസ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. അന്ത്യനാളിൽ നിന്റെ റബ്ബ് നിനക്ക് തണലാകും, നിനക്ക് താങ്ങാകും, നിനക്ക് സാന്ത്വനമാകും. ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ നിന്റെ കൺമുമ്പിൽ കാണുമ്പോൾ നീ അവരെ സാന്ത്വനിപ്പിക്കാൻ സമയം മാറ്റിവെക്ക്, നീ അവരെ സഹായിക്കാൻ സമയം മാറ്റിവെക്ക് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. മാത്രമല്ല, ഒരു തീപിടുത്തം ഉണ്ടായാൽ ഓടി വരുന്ന വെള്ള ടാങ്കാണ് അല്ലെ? വെള്ള ടാങ്കായിട്ട് ടാങ്കർ വന്നിട്ട് ആ തീ കെടുത്താൻ, തീ പിടിച്ചാൽ തീ കെടുത്താൻ ഏറ്റവും നല്ല വസ്തു എന്താണ്? വെള്ളമാണ് എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാൻ, നോമ്പെന്ന് പറഞ്ഞാൽ ഒരു പരിചയാണ്. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പോരാളിയാണെങ്കിലും അവന്റെ കയ്യിൽ വാള് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പരിച കൂടി വേണം ഇങ്ങോട്ട് വരുന്ന വെട്ട് തടുക്കാൻ വേണ്ടി. അതുപോലെ വരാനിരിക്കുന്ന നോമ്പുണ്ടല്ലോ റമളാൻ, നമുക്ക് ഏറ്റവും നല്ല ഒരു പരിചയാണ്, തിന്മകളെ തടുക്കാനുള്ള പരിച. അതിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വസ്വദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉ അന്നാർ. സ്വതക്ക എന്ന് പറയുന്നത് എന്താണ്? തീ വെള്ളത്തെ കെടുത്തിക്കളയുന്നത് പോലെ പാപങ്ങളെ കെടുത്തിക്കളയാൻ ഇത്രയും നല്ല മറ്റൊന്നില്ല എന്നുള്ള. അതെന്താ? സ്വതക്കയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുക എന്നുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ ധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ലദ്ദത്ത് കിട്ടണം, ഒരു ആസ്വാദനം കിട്ടണം. അതിനുള്ള മാർഗം എന്താ? നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും ആനന്ദവും ശരിക്കും അനുഭവിക്കുന്നത് ആ കിട്ടുന്നവനാണ്. കാരണം ഒരു പ്രയാസത്തിൽ അവനൊരു സഹായം കിട്ടുമ്പോൾ അത് വലിയൊരു സഹായമായിരിക്കും, അത് വല്ലാത്തൊരു സമാധാനമായിരിക്കും. എന്നാൽ ചിലപ്പോൾ കൊടുക്കുന്ന ആൾക്ക് അത്ര ഒരു സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു സ്വതക്കയാണ്, നീയത്തൊക്കെ ഉണ്ടെങ്കിലും അത്ര വലിയൊരു സന്തോഷം അവന് കിട്ടണമെന്നില്ല. കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദം കിട്ടുന്നത്, കൺകുളിർമ കിട്ടുന്നത് നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞാലാണ് എന്ന് പറഞ്ഞു. എന്നതുപോലെ ഏതൊരു പുണ്യം ചെയ്യുമ്പോഴും ആനന്ദത്തോടു കൂടി അത് ചെയ്യണം. അപ്പോഴാണ് അള്ളാഹു അത് കബൂൽ ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അതിനുള്ള മാർഗം എന്താ? മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മഹുല്ലാഹ് പറയാണ്, ലൗ അലിമൽ മുതസ്വദ്ദിഖു അന്ന സ്വദഖതഹു തഖഉ ഫീ യദില്ലാഹി ഖബ്ല യദിൽ ഫഖീർ ലകാന ലദ്ദത്തുൽ മുഅതി അക്സറ മിൻ ലദ്ദത്തിൽ ആഖിരി. അതായത് ഒരു സ്വതക്ക നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ വാങ്ങുന്നവനേക്കാൾ കൊടുക്കുന്നവൻ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ട്. അതെന്താണെന്നറിയാം? ഒരു ഫക്കീറിന്റെ കയ്യിലേക്ക് ഈ സ്വതക്ക വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് എന്റെ റബ്ബിന്റെ കയ്യിലേക്ക് അത് എത്തി എന്നുള്ള ഒരു തോന്നൽ കൊടുക്കുന്നവൻ ഉണ്ടാകുമ്പോൾ അവൻ ആ ധർമ്മത്തിലൂടെ വല്ലാത്തൊരു ലദ്ദത്ത് അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മഹുല്ലാഹ് പറയാം. സ്വതക്കയുടെ വലിപ്പമല്ല, നിയ്യത്താണ് പ്രധാനം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാനായ താബിഈ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയോ? റുബ്ബ അമലിൻ സ്വഗീരിൻ എത്രയെത്ര ചെറിയ ചെറിയ കർമ്മങ്ങളാണ് നീയത്തതിനെ മഹത്തരമാക്കി കളയുന്നു. എത്രയെത്ര വലിയ കാര്യങ്ങളാണ് നീയത്തതിനെ ചെറുതാക്കി കളയുന്നു എന്ന് പറയുന്നു. എത്ര വലിയ സമ്പത്ത് കൊടുത്താലും നീയത്ത് അവിടെ ഇല്ലെങ്കിൽ അതിന്റെ കൂലി കുറഞ്ഞു പോകും. വളരെ ചെറുതാണ് കൊടുക്കുന്നതെങ്കിലും നീയത്തുണ്ടെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം മഹത്തരമായിരിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ള
പ്രിയമുള്ളവരെ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവനെ, മനസ്സ് വിങ്ങുന്നവനെ, ഒരു ദരിദ്രനെ സഹായിക്കുമ്പോൾ ഇത്തരം മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ അവരെ സഹായിക്കേണ്ടതും സാന്ത്വനിപ്പിക്കേണ്ടതും. അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്വതക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല മുആവിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, തസദ്ദഖു, നിങ്ങൾ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കൂ, കൊടുത്തുകൊണ്ടേയിരിക്കൂ. വലാ യഖുൽ അഹദുക്കും ഇന്നി മുഖിൽ, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റിലാണ്, ഇപ്പൊ ഇല്ല, ബുദ്ധിമുട്ടിലാണ്, നിന്റെ കഷ്ടപ്പാടൊന്നും അവനോട് പറയാൻ നിൽക്കല്ലേ, എൻ്റെ കയ്യിൽ തീരെ ഇല്ല എന്ന് നീ പറയരുത്. ഫഇന്ന സ്വദഖത്തൽ മുഖില്ലി അഫ്ളലു മിൻ സ്വദഖത്തിൽ ഗനി. ടൈറ്റിന്റെ ഇടയിൽ, വളരെ ഞെരുക്കത്തിന്റെ ഇടയിൽ നീ എന്തെങ്കിലും ഒരു ചെറിയ സഹായം നീ ചോദിക്കുന്നവന് ചെയ്തു കൊടുത്താൽ, ഒരുപാട് പൈസയുള്ളവൻ ആ ധന്യതയുടെ ഇടയിൽ അവൻ പണക്കാരനാണ്, അപ്പം ആ പണക്കാരായ മനുഷ്യൻ കൊടുക്കുന്നതിനേക്കാൾ കൂലി ഇല്ലായ്മയ്ക്കിടയിൽ നീ കൊടുക്കുന്നതിനുണ്ട് എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇല്ലായ്മകൾക്കിടയിലും കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് ദാനധർമ്മങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിശാലമായി വരുന്നത്. സഹാബത്തിന്റെയൊക്കെ ചില സമീപനങ്ങൾ നോക്കുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് നോൽക്കുകയാണെങ്കിൽ എവിടുന്നെങ്കിലും ഒരു മിസ്കീനെ പിടിച്ചുകൊണ്ട് വരും, എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിട്ടേ നോമ്പ് തുറക്കുകയുള്ളൂ. ഒരു മിസ്കീനിന്റെ കൂടെ ഇരുന്നിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാറുണ്ടായിരുന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളയെ പറ്റി പറയുന്നത്, പള്ളിയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പൈസ എടുത്ത് കയ്യിൽ പിടിക്കും, ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു സുന്നത്തായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ കഴിയാം. റമദാൻ കടന്നു വരികയാണ്, നമ്മൾ കണക്ക് കൂട്ടി കൊടുക്കേണ്ട സക്കാത്തുണ്ട്, അത് കണക്ക് കൂട്ടി നമ്മൾ വെക്കുക, ഒരു മടിയും കാണിക്കാതെ കൊടുക്കണം. ഷെഹ്റു സ്വദക്കയാണ് കടന്നു വരുന്നത്, സ്വദക്കയുടെ മാസമാണ്, ധർമ്മത്തിന്റെ മാസമാണ് കടന്നു വരുന്നത്. ഇനിയൊരു റമദാനെ സാക്ഷിയാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നറിയില്ല. റമദാനെ സാക്ഷിയാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖാണ്. ഒഴുകുന്ന വെള്ളം പോലെ പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പത്ത് ശുദ്ധമാകണമെങ്കിൽ, ഒഴുകുന്ന വെള്ളം പോലെ ശുദ്ധമാകണമെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുക്കാത്തവന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. ഈ റമദാൻ കടന്നു വരുമ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സദഖ എന്ന് പറയുന്നത് പാവങ്ങളെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതാണ്. പാവങ്ങളെ നോമ്പ് തുറപ്പിക്കുക. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സ്വാഇമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വാഇമി ശൈഅ. നീ ഒരാളെ നോമ്പ് തുറപ്പിക്കുന്നുവെങ്കിൽ ആ നോമ്പ് എടുത്തവന്റെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ നോമ്പ് തുറപ്പിക്കുന്ന നിനക്കും പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ്. ഒരു നോമ്പ്, ഒരു റമദാനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന 29-30 നോമ്പാണ്. പക്ഷേ എത്രയോ നോമ്പ്, ലക്ഷക്കണക്കിന് നോമ്പുകളുടെ പ്രതിഫലം ഒരു റമദാൻ കഴിയുമ്പോൾ നമുക്ക് നേടാൻ പറ്റും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ചില ആളുകളൊക്കെ ചിന്തിക്കും റമദാൻ ആവട്ടെ എന്നിട്ട് അതിലേക്ക് കൊടുക്കാം. ഒരിക്കലും ഈ സ്വതക്കയെ പറ്റി അങ്ങനെ ചിന്തിക്കരുത്. കാരണം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്, യതീം മക്കളുണ്ട്, വിധവകളുണ്ട്, ഒന്നുമില്ലാത്ത പച്ച പാവങ്ങളുണ്ട്. റമദാൻ ഒരു കിറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്റെ റമദാൻ അത് ആകുമായിരുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന, അതിനുവേണ്ടി ദുആ ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്ക് അരിയും സാധനങ്ങളുമായി നോമ്പ് തുറക്കാനുള്ള കിറ്റ് അങ്ങോട്ട് എത്തുമ്പോൾ പ്രിയമുള്ളവരെ, അവരുടെ കണ്ണ് നിറയും. പ്രാർത്ഥന വേണ്ട, അവരുടെ കണ്ണ് നിറയുമ്പോൾ ആ നിറയുന്ന കണ്ണുനീരുകളും ഇറ്റ് വീഴുന്ന കണ്ണുനീരുകളും അവരുടെ പ്രാർത്ഥനകളും പ്രിയമുള്ളവരെ നമ്മുടെ മീസാനെ നിറയ്ക്കും. അതുകൊണ്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ
ആളുകളെ കണ്ടെത്തി അവർക്ക് ഇഫ്താർ കിറ്റുകൾ നൽകാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നും ഇവിടെ അതിനുള്ള സഹായം സ്വീകരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ മനസ്സറിഞ്ഞ് കൊടുക്കുക. റമദാനായിട്ട് കൊടുക്കാൻ കാത്തു നിൽക്കണ്ട. ഇപ്പോൾ തന്നെ ഒരു കിറ്റിന് 5 ദിനാർ എന്നുള്ള നിലക്ക് 5, 10, 20, 50 എത്ര കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം പ്രിയമുള്ളവര് ഒരു മടിയുമില്ലാതെ കൊടുത്തോ. തിരിച്ചല്ലാഹു ബർക്കത്തുകളായി നമുക്കത് തിരിച്ചു തരും, പ്രാർത്ഥനകളായി നമുക്കത് തിരിച്ചു കിട്ടും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒരു ദിനം വരുന്നതിന് മുമ്പ് ചെലവഴിക്കുക, നാളേക്ക് വേണ്ടി മാറ്റി വെക്കാതിരിക്കുക. ഇന്ന് കയ്യിൽ ഒരു 10 ദിനാർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, നാളേക്ക് മാറ്റി വെക്കരുത്. കാരണം നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഈ റമദാന് നമ്മൾ സാക്ഷി വഹിക്കാൻ നമുക്ക് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗം ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ വിശ്വാസികളെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗം ഒരു ദിവസം വന്നെത്തും മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുത്തുകൊള്ളുക, ചെലവഴിച്ചുകൊള്ളുക. ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ അന്ന് ഷഫാഅത്തിന് സ്ഥാനമില്ല, അന്ന് സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, അന്ന് ക്രയവിക്രയങ്ങൾക്ക് സ്ഥാനമില്ല. അങ്ങനെ ഒരു ദിവസം വന്നെത്തുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുത്തുകൊള്ളുക. പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞ് റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ ഖൈറും ബർക്കത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന വീഴ്ചകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ ഒത്തുചേരുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.